കൃത്യമായിട്ട് നമ്മുടെ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മതനിരപേക്ഷത നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാട്ടില് നടക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, വലിയ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം തുടർന്ന് കുറച്ചുകൂടി സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. കുടിവെള്ളം പോലും വിലയ്ക്ക് വാങ്ങി കുടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രശ്നം മാറണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇടതുകോട്ടയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ 2025 അത് ഇടതിൽ നിന്നും BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അരങ്ങേറി. അപ്പോ BJP ആണ് ഇനി ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത്. ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇവിടെ ഏൽക്കേണ്ടി വന്നത്. എങ്കിൽ പോലും കനൽ ഒരു തരി മതി. ഇടതുപക്ഷ അംഗങ്ങളും ശക്തമായ പ്രതിപക്ഷമായി തന്നെ ഇവിടെ തുടരുമെന്ന് ഒരു മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതിപക്ഷം എന്ന രീതിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു നീക്കങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അത് കനലൊരു തരി മതി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അല്ലേ CPM-ന്റെ നീക്കം? അല്ല, ജനാധിപത്യത്തിനകത്ത് പിന്നെ വരുന്ന വിധി എന്താണെങ്കിലും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് BJP ആണ് ഒറ്റ കക്ഷി എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ ഭൂരിപക്ഷം വന്നിരിക്കുന്നത്. ഇടതുമുന്നണിക്ക് 29 സീറ്റാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. പിന്നെ വിഴിഞ്ഞം തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 12-ാം തീയതി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന്റെ വിധിയും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റു കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്തെന്നാൽ ഇപ്പൊ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് മുമ്പോട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. നാടിന്റെ വികസനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോകുക. നാളെ ജനാധിപത്യത്തിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് നാട്ടിലെ ജനങ്ങളുടെ അവരുടെ വിശ്വാസവും അവരുടെ ആഗ്രഹിക്കുന്ന രൂപത്തിലും ഈ നഗരസഭ പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതിന്റെ ഓരോ ഘട്ടങ്ങളിലും രാഷ്ട്രീയമായിട്ട് എടുക്കുന്ന നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും മറ്റു കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഈ പ്രതിപക്ഷം എന്ന രീതിയിൽ എന്തൊക്കെ പ്ലാനുകളുണ്ട്? അതായത് എങ്ങനെ ഭരണപക്ഷത്തെ പ്രതിരോധിക്കാം? ഞങ്ങള് പ്രതിപക്ഷത്തെ വന്നതിന് മുമ്പ് തന്നെ ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മതനിരപേക്ഷത നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാട്ടില് നടക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, വലിയ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം തുടർന്ന് കുറച്ചുകൂടി സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ആ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായിരിക്കും പ്രതിപക്ഷം നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ചുവപ്പിന്റെ തലസ്ഥാനമായിരുന്നു കാവ്യ അണിയിരിക്കുകയാണ്. അപ്പോ എന്തായാലും ഇടതിന് ഉണ്ട്, അംഗങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു പ്ലാൻ എന്തൊക്കെയാണ്? ഒരു കൗൺസിലാകുമ്പോൾ 100 വാർഡ് അല്ലെങ്കിൽ 101 വാർഡിലെ കൗൺസിലർമാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യേണ്ടത് നഗരസഭയെ ഉയർത്തിക്കൊണ്ടുവരിക, ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. അവിടെ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ അവര് ഭരണപക്ഷത്തിൽ ഇരുന്നോട്ടെ, പക്ഷെ അവരുടെ രീതി, അവരുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്കെതിരായ ഒരു നടപടി വരികയാണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. 15 വർഷ കാലയളവ് കൊണ്ട് UDF-ഉം അതുപോലെ സ്വതന്ത്ര കൗൺസിലറും ഭരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഹാർബർ വാർഡിന് ഇന്ന് LDF വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത ഒരു വാർഡാണ്. ആ വാർഡ് തിരുവനന്തപുരം നഗരസഭയിൽ 5 വർഷങ്ങൾക്ക് ശേഷവും ഏറ്റവും മികച്ച ഒരു വാർഡാക്കി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ കോർപ്പറേഷന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായി അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. വാർഡിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? വാർഡിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഹാർബർ വാർഡില് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുരടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കുടിവെള്ളം പോലും വിലയ്ക്ക് വാങ്ങി കുടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രശ്നം മാറണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പാർട്ടിയുടെ ഉറച്ച പിന്തുണയോടുകൂടി ഞങ്ങൾ ചെയ്യുന്നതായി. ജനങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ സമയത്ത്? പ്രധാന ഇതെന്ന് പറയുന്നത് കുടിവെള്ളം തന്നെയാണ്. മറ്റൊന്ന് നിങ്ങളുടെ ഹാർബർ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. അവിടെ മാലിന്യ സംസ്കരണത്തിനുള്ള നല്ലൊരു മാർഗമില്ല എന്നുള്ളത് വളരെ
മോശകരമായ ഒരു കാര്യമാണ്. അത് മാറ്റിയെടുക്കണം. ടൂറിസ്റ്റുകാർ വരുന്നവർ വീണ്ടും വീണ്ടും നമ്മുടെ നാടിനെ കണ്ട് മനോഹാരിത കണ്ട് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ യുവത്വങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും വരുമാന മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കണം. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇപ്പം ഒരു നടപടി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും നടന്നു പോകുന്ന രീതിയിൽ നമ്മുടെ മാലിന്യ സംസ്കരണം തുണി, പോളിസ്റ്റർ, കോട്ടൺ തുണികൾ ഉണ്ടാവും. അത് തയ്യൽ അറിയാവുന്ന ഒരുപാട് സ്ത്രീകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അവരെ കൊണ്ട് തുണി സഞ്ചികളും അല്ലെങ്കിൽ പെൻസിൽ പൗച്ചുകളും ഒക്കെ ഉണ്ടാക്കി അത് വിപണികളിൽ എത്തിച്ച് അവർക്കൊരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുക, അതുവഴി നാടിനെ മുന്നേറ്റുക എന്നൊക്കെയുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ എന്നാലും ശക്തമായ പ്രതിപക്ഷമായിട്ട് ഇവിടെ ഉണ്ടാകും. തീർച്ചയായും ഉണ്ടാകും. തീർച്ചയായും പോർട്ടാണ് ഇനി അന്താരാഷ്ട്ര ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പോർട്ടിന്റെ ഒരു ഹാർബറാണ്. അതിനുവേണ്ടിയുള്ള വികസനങ്ങൾ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇവിടുത്തെ ഒരു വികസനം ഇവിടെ എല്ലാം മുരടിപ്പാണ്. മാലിന്യ പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ടില്ല. അവർ കോൺഗ്രസും സ്വതന്ത്രമായിട്ട് നമ്മുടെ നാടിനകത്ത് വേണ്ടത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ 15 വർഷം വെച്ച് നമ്മളെ ഈ കൊച്ചിനെ ഞങ്ങൾ വിനിയോഗിച്ചെടുത്തത്. യുവാക്കളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അഫ്സ സജീന കാൻഡിഡേറ്റ് ആയത് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് തന്നെ അറിയാം, പൂർണ്ണമായിട്ട് യുവാക്കളുടെ പിന്തുണയോടുകൂടിയാണ്, യുവത്വത്തിന്റെ പ്രതീകമായിട്ടാണ് അവള് ഹാർബർ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിജയിച്ചത്. അതിൽ യുവാക്കളുടെ പൂർണ്ണ പിന്തുണയിൽ തന്നെ നമുക്കറിയാം. കാര്യം പറയുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുമ്പോൾ യുവത്വമാണ്. ആ യുവത്വത്തിന്റെ പിന്തുണയാണ് നമുക്ക് മുതൽക്കൂട്ടും നാടിന് സമ്പത്തും ആവേണ്ടത്. അപ്പൊ ആ യുവാക്കളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ നമ്മൾ യുവത്വത്തിന്റെ ആ പ്രതീകമായി അവള് ചെയ്യുന്നതാണ് എന്നാണ് നമ്മളെല്ലാം പൂർണ്ണ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തത് തന്നെ. നമ്മളുടെ അവിടെ നാട്ടിലെ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഒരു കളിസ്ഥലം പോലും ഇന്ന് അവിടെ ഇല്ല. അപ്പം അങ്ങനെ ഒരു കളിസ്ഥലം കുട്ടികൾക്ക് കൊണ്ടുവരണം. ഒരുപാട് കുട്ടികൾ നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും യുവത്വങ്ങളും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഒരു കളിസ്ഥലമാണ്. അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുള്ള സ്ഥലം കണ്ടെത്തി അതിനുള്ള ഫണ്ട് രൂപീകരിച്ച് ഉടനെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് അവിടെ കൊണ്ടുവരും. അതുപോലെ തന്നെ നമുക്കവിടെ ഒരു ലൈബ്രറിയോ അല്ലെങ്കിൽ ആളുകൾക്ക് ഒഴിവ് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു വിശ്രമ കേന്ദ്രമോ എന്തിനൊരു ബസ് സ്റ്റോപ്പ് പോലും അവിടെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 5 വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ ഹാർബറിൽ നിന്നൊരു പുതിയ ഹാർബറിനെ സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും.